ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഇതിൻ്റെ പേരെന്താണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല കേട്ടോ. അതായത് നമ്മൾ കുറച്ച് വീഡിയോസിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കും, കപ്പിൾസും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരിക്കും. ഹൂ ഈസ് ദ മോർ ഫുഡി വൺ, ഹൂ സ്ലീപ്സ് മോർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ. അതിൻ്റെ ഹെഡിങ് എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ തംബ്നെയിൽ റെഡിയാക്കാറാവുമ്പോഴത്തേക്കിനും അതിനെന്താണ് പറ്റിയ ഹെഡിങ് എന്നുള്ളത് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 20 ക്വസ്റ്റ്യൻസ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അങ്ങനെ Q&A പോലെയല്ല, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ അല്ലേ. അപ്പം ഞങ്ങളിവിടെ ഞങ്ങളുടെ ടൂൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. 2 പാവക്കുട്ടീനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും എൻ്റെ പാവയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ആരാണോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാവ കൊണ്ട് നമ്മൾ അവരെ അടിച്ച് കൊല്ലണം. അതാണ് നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ബുക്ക് ഇവിടേക്ക് വെക്കാം, അപ്പോൾ എനിക്കും കൂടെ കാണാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം വീഡിയോ കണ്ടാലോ. ഇത് കുറച്ചും കൂടെ ഫണ്ണി ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അല്ല, എന്നാ അടിക്കല്ലേ. ഞാൻ എന്നെ തന്നെ ഇങ്ങനെ അടിക്കണം. നീ അടിക്കണം, ഞാനും അടിക്കണോ? അടിക്കാം. ഓക്കെ, അപ്പോൾ റൂൾസ് ഒക്കെ മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ ഈസ് മോർ ഫുഡി? കുക്കുടാണ് ഏറ്റവും അധികം ഫുഡ് കഴിക്കുന്നത്. കുക്കുടാണ് കേട്ടോ. അവൾക്ക് എന്താ പറയുക, ഏറ്റവും കൂടുതൽ ഫുഡ് കഴിക്കണത്. അങ്ങനെ ഒരു അസുഖം എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവൾക്കുണ്ട്. അസുഖമല്ലാട്ടെ, ഞാൻ വെറുതെ പറഞ്ഞാൽ. അവൾക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം. അത് കുഞ്ഞുനാളിൽ വീട്ടിൽ നിന്ന് അങ്ങനെ ശീലമായതുകൊണ്ട്. വീട്ടിൽ പക്ഷെ വെച്ചിട്ട് നിനക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. വീട്ടിൽ വെച്ചിട്ട് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായില്ല. ഇവിടെ വന്നപ്പോഴാണ് അങ്ങനെ ഒരു സ്വഭാവം തുടങ്ങിയത്. കുറച്ച് നാളായിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, ഇതിന് എന്തെങ്കിലും മരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബില്ലോ. ഓക്കെ, ഹൂ ഷോപ്സ് മോർ? ഞാൻ ഷോപ്പ് ചെയ്യുന്ന മാത്രമല്ല, ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ മേടിച്ചിട്ട് അത് ലാസ്റ്റ് ഇവള് യൂസ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വേറെ ആർക്കെങ്കിലും എടുത്തു കൊടുക്കേണ്ട അവസ്ഥ വരും. അങ്ങനെ. അപ്പോൾ അതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇനി നീ വായിച്ചോ വേണമെങ്കിൽ. നീ വായിച്ചോ? കുഴപ്പമില്ല. ഓക്കെ, ഹൂ കെയർസ് മോർ? എനിക്ക് പക്ഷെ ഇവള് കുറച്ചും കൂടെ കെയർ ചെയ്യുന്നത് പോലെ തോന്നാറുണ്ട് കേട്ടോ. കാരണം നാട്ടിൽ ആവുമ്പോഴത്തേക്കും നമ്മളുടെ അമ്മയല്ലേ, നമുക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കുറച്ചും കൂടെ കെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിനും ഇവൾക്ക് ഒന്നാമത്തെ കാര്യം ഇവൾക്ക് അസുഖങ്ങൾ അങ്ങനെ വരാറില്ല കേട്ടോ. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും സ്ഥിരം പേഷ്യൻ്റ് എന്ന് പറയുന്ന ആള്. അപ്പം അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് അമ്മ എന്നെ കെയർ ചെയ്യുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. കാരണം നമ്മൾ ഇവിടേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേക്കും നമ്മളങ്ങനെ കെയർ ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോഴത്തേക്കും നമ്മളുടെ അടുത്തിരിക്കാനും കുറച്ച് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുള്ളൂ. അപ്പം എനിക്ക് ഇവള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് എന്നെ കെയർ ചെയ്യുന്നത് കുക്കുടാണ് കേട്ടോ. എനിക്ക് പക്ഷേ അത് പിന്നെ അങ്ങനെയല്ലേ, നമ്മൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ. ഒരു വട്ടം എന്നിട്ട് ഇൻഫ്ലുവൻസ് വന്നിട്ടുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഒരുമിച്ച് പനി പിടിച്ച് ആരും കെയർ ചെയ്യാനില്ല. ഇവിടെ റൂമിൽ ഒറ്റയ്ക്ക് ജീവിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത്, ഹൂ സ്ലീപ്സ് മോർ? എൻ്റെ പൊന്നി, ഇതിന് ഞാൻ ഇവളെ അടിച്ചു കൊല്ലും. ഇവിടെ നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഈ വീട്ടിൽ, ഈ റൂമിൽ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എങ്ങനെ ഒരാളുടെ അടുത്തല്ലേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ ആളും ഉറങ്ങുകയാണെന്നുണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കി. നമുക്ക് ആകെ സൺഡേ മാത്രം നമുക്ക് അവധിയുള്ളൂ. നമുക്ക് സാറ്റർഡേ വരെ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ ആ സൺഡേ നമ്മൾ എന്താ പറയുക, ആസ്വദിക്കാനോ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കിനും ആൾ സുഖമായിട്ട് ഉറങ്ങുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് കേട്ടോ. അത് നമ്മൾ 10 മണി നമ്മൾ നിങ്ങൾക്ക് ഇത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ ഫ്രണ്ട്സ് എങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. അതായത് നമ്മളൊരു സിനിമയൊക്കെ കാണാമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ത്രില്ലിലിരിക്കും. ഞാൻ കുറച്ച് കോമഡി ഭാഗം ഒന്നും വരുമ്പോഴത്തേക്കും അലീനയുടെ ചിരിയൊന്നും കേൾക്കണില്ല. ഞാൻ നോക്കുമ്പോഴത്തേക്കിനും ആൾ ഉറങ്ങിയിട്ടുണ്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ കരാറൊക്കെ എഴുതും, ഞാൻ ഇന്ന് ഉറങ്ങില്ല എന്ന് അത്ര ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നീ സിനിമ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാറ്. അപ്പോൾ അതാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ ഈസ് ഷോർട്ട് ടെമ്പേർഡ്? എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ. ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആളാണ്. അത് പക്ഷേ എല്ലാവർക്കും അറിയിക്കില്ല. പിന്നെ നമ്മളങ്ങനെ കണ്ണി കണ്ട എല്ലാവരുടെ അടുത്തും കയറി ദേഷ്യപ്പെടില്ലല്ലോ. നമുക്ക് അങ്ങനെ ദേഷ്യപ്പെട്ടാലും അവര് നമ്മളുടെ അടുത്ത് അങ്ങനെ കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കും. അങ്ങനെയുള്ള ആളുകളുടെ അടുത്തല്ലേ നമ്മൾ ദേഷ്യപ്പെടുള്ളൂ. ഓക്കെ, അല്ല ഇങ്ങനെ ഹൂ തർക്കുത്തരം മോർ, അല്ലെങ്കിൽ ഹൂ സേസ് തർക്കുത്തരം മോർ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അടിച്ചു കൊല്ലുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഹൂ വിൽ പാച്ച് അപ്പ് ആഫ്റ്റർ എ ഫൈറ്റ്? അതായത് അത് സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അതായത് എനിക്ക് പക്ഷെ പേഴ്സണലി തോന്നിയിട്ടുള്ളത് അലീന കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാറുണ്ട്. അലീനനെ വിളിക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ വേറെ ആരെയും വിളിക്കണ പോലെ. എൻ്റെ കുക്കുടു കുറച്ചും കൂടെ, നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെവിപൊത്തിരുന്നോളൂ. കുക്കുടു എനിക്ക് അങ്ങനെ, ഞാൻ അവൾ അങ്ങനെ വിളിക്കുന്നതുകൊണ്ട് എനിക്ക് അലീനന്ന് വിളിക്കുമ്പോൾ വേറെ ആരെയും വിളിക്കുന്ന പോലെ കേട്ടോ. അപ്പോൾ അവള് കുറച്ചും കൂടെ എഫേർട്ട് എടുക്കാറുണ്ട് പാച്ചപ്പ് ആവാൻ വേണ്ടിയിട്ട്. കുറച്ചും കൂടെ അവള് സംസാരിക്കാറുണ്ട് കേട്ടോ. എനിക്ക് പക്ഷെ കുറച്ച് എന്ത് തല്ലുപിടുത്തം ഉണ്ടായാലും എനിക്ക് ഇച്ചിരി ടൈം എടുക്കും ഞാൻ ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ട്. ഞാൻ ഓക്കെ ആയി വരുമ്പോഴത്തേക്കിനും മാത്രമേ എനിക്ക് മിണ്ടാൻ പറ്റുള്ളൂ. അതല്ലാത്ത ചില സിറ്റുവേഷൻസിൽ ഞാനും എഫേർട്ട് എടുക്കാറുണ്ട്. പക്ഷെ കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് കുക്കുടു തന്നെയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു.
ഹൂ ടോക്സ് മോർ. ഇത് പല ആൾക്കാരും സമ്മതിക്കില്ല കേട്ടോ. എൻ്റെ അടുത്ത് തന്നെ പേഴ്സണലി കുറച്ച് ആൾക്കാരൊക്കെ പറഞ്ഞിട്ടുണ്ട് കുക്കുടാണ് കുറച്ചും കൂടെ സംസാരിക്കണേന്നുള്ളത്. പക്ഷെ എൻ്റെ അടുത്ത് കുറച്ച് പേര് പിന്നെയും പറഞ്ഞിട്ടുണ്ട്, നീ ഇൻട്രോവേർട്ട് ആണെന്ന് പറയുന്ന ആൾക്കാരെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്ത്, ഞാൻ നിന്റെ ശരിക്കുള്ള സ്വഭാവം അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺസ്. അതായത് എനിക്ക് അങ്ങനെ കംഫർട്ടബിൾ ആണ് സംസാരിക്കാൻ എന്നുണ്ടെങ്കിൽ ഞാൻ നന്നായി സംസാരിക്കുന്ന ഒരാളാണ്. ഞാൻ നന്നായി സംസാരിക്കുന്ന ആളായിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യാറ്. അല്ലേ? സംസാരിക്കും. ഓക്കെ, ഹൂ ടോക്സ് മോർ ഞാനാണ് കേട്ടോ. ഹൂ ഈസ് എ സോഷ്യൽ ബട്ടർഫ്ലൈ. ഞാനാണ്. സോഷ്യൽ ബട്ടർഫ്ലൈ ഞാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറയുന്ന സോഷ്യൽ ബട്ടർഫ്ലൈ ഞാനല്ല. പക്ഷെ ഞങ്ങൾ രണ്ടുപേരെ കമ്പയർ ചെയ്യുമ്പോൾ സോഷ്യൽ ബട്ടർഫ്ലൈ ഞാനാണ്. ഇപ്പോൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഞാൻ നിങ്ങളെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫൈറ്റും പാച്ചപ്പും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി ഞാൻ കുറച്ച് സോഷ്യൽ ബട്ടർഫ്ലൈ ആണ്. ഞങ്ങൾ രണ്ടുപേരും സോഷ്യൽ ബട്ടർഫ്ലൈ അല്ല, പക്ഷെ കമ്പാരിറ്റീവ്ലി ഞാൻ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഹൂ ഈസ് ദ ഫണ്ണി വൺ? എന്നടിക്കടി ഇത് കുക്കുടാണെന്ന് പറയാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഫണ്ണി വൺ ഞാൻ തന്നെ. ഞാൻ നിങ്ങക്ക് ഈ വീഡിയോ എത്ര അതെ, ഞാൻ മറ്റേ ഒരാള് എന്താ മുടിവെട്ടി കടയാണെന്ന് ഒരു അങ്ങനെ എന്തൊരു തമാശ. അതെ, ഞാൻ പറയുന്ന തമാശക്ക് ആകെ ചിരിക്കുന്ന ആൾ ഇവള് മാത്രം കേട്ടോ. അപ്പൊ അതുകൊണ്ട് എനിക്ക് തമാശ പറയാനായിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹൂ ഈസ് ദ ഫണ്ണി വൺ? ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എന്താ പറയുക, ഞങ്ങൾ കുറച്ച് ഓവർ റിയാക്ട് ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ ഞങ്ങൾ അറിയുന്ന ആൾക്കാർക്ക് അറിയാം ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിഞ്ഞ് ഇങ്ങനെ തന്നെയാണ്. ഞങ്ങളുടെ അടുത്ത് പലരും ചോദിക്കാറുണ്ട്, ഇത്രയും നാൾ ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട് നിങ്ങളുടെ വർത്താനം ഇതുവരെയും പറഞ്ഞു തീർന്നില്ല എന്നുള്ളത്. ഇപ്പോൾ അലീന എൻ്റെ വീട്ടിലേക്ക് ഇടയ്ക്ക് വരാറുണ്ട്, ഞാൻ അലീനയുടെ വീട്ടിലേക്ക് ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കിനും ഞങ്ങൾ ഈ കുനുകുനുവാന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അമ്മയപ്പച്ചനും അവിടുത്തെ അമ്മയപ്പച്ചനായാലും വീട്ടിലത്തെ അമ്മയച്ചനായാലും ചോദിക്കാറുണ്ട്, ഈ പിള്ളേർ എന്തെന്നാണോ ഇത്ര മാത്രം സംസാരിക്കണേ എന്നുള്ളത്. ഇപ്പോൾ ഞങ്ങൾ ഒരു ഗെറ്റ് ടുഗെദർ അവിടെ പോയി കഴിഞ്ഞാലും ഞങ്ങളുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾ രണ്ടുപേരും എപ്പോഴും കാണുന്ന ആൾക്കാരല്ലേ, നിങ്ങൾക്ക് തമ്മിലാണോ ഇത്രയും സംസാരിക്കാനുള്ളതെന്ന്. പക്ഷെ അതെന്താണോ പോലെ അതങ്ങനെ ആയിപ്പോയി. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ഹൂ ഈസ് മോർ ക്ലിങ്കി? എൻ്റെ പൊന്നെ, ഈ കൊച്ചു മറ്റേ അട്ട പോലെയാണ്, എപ്പോഴും ഇങ്ങനെ ഒട്ടിയിരിക്കുള്ളൂ. ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനായിട്ട് കിടന്നാലും കക്കുടു എന്ന് പറഞ്ഞിങ്ങനെ വരും. അപ്പം അങ്ങനെ കുറച്ച് ക്ലിങ്കി ആയിട്ടുള്ള ആള് നമ്മുടെ കുക്കുടു ആണ് കേട്ടോ. ഹൂ മേക്സ് പ്ലാൻസ്? ഞാനാണ് പ്ലാൻസ് ഉണ്ടാക്കുക. പക്ഷെ പ്ലാൻസ് നടക്കാറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാം. പ്ലാൻസ് ഒന്നും അങ്ങനെ നടക്കാറില്ല. ഞങ്ങൾ ഭയങ്കര പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കും. ഞങ്ങൾ എന്താ പറയുക, ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഭയങ്കരമായി പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ. പക്ഷെ രണ്ടാൾക്കും നല്ല മടിയാണ്, അതൊന്നാമത്തെ കാര്യം. പിന്നെ പ്ലാൻസ് അറിയാലോ, ഗേൾസ് ട്രിപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. പക്ഷെ പ്ലാൻസ് ഒന്നും അങ്ങനെ നടക്കാറില്ല. എന്നാലും പ്ലാൻ ഉണ്ടാക്കുന്ന ആള് ഞാനാണ് കേട്ടോ. ആൾക്കതൊന്നും അവൾക്ക് ഞങ്ങൾ പുറത്തിറങ്ങണതിന് മുന്നേ പ്ലാൻ എന്താന്ന് കൂടെ അറിയണ്ടായിരിക്കില്ല. അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹൂ ഈസ് ദ ലേസിയസ്റ്റ് വൺ? ഇത് ഞങ്ങളില്ലേ വെള്ളം പകർത്താനായിട്ട് മടിയായിട്ട്, അതായത് നമ്മൾ വലിയ 20 ലിറ്റർ ബോട്ടിലാണ് വെള്ളം മേടിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മളൊരു പമ്പ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഇങ്ങനെ ഒഴുകി വരും. അപ്പൊ നമ്മൾ അങ്ങനെ ആ ബോട്ടിലോട്ട് വെള്ളം നിറച്ചുകൊണ്ടിരുന്നുണ്ടായി. അപ്പൊ ആ പമ്പ് നാശമായി പോയി. അപ്പൊ അത് എടുത്തിട്ട് പിന്നെ നമ്മൾ ആ 20 ലിറ്റർ ബോട്ടിൽ നമ്മളിങ്ങനെ മറച്ച് കെറ്റിലോട്ട് ഒഴിച്ചിട്ട് കെറ്റിലിൽ നിന്ന് നമ്മൾ എടുത്തിട്ട് വെള്ളം നിറയ്ക്കണം. അപ്പൊ അത് ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി മടിയായിട്ട് ഞങ്ങൾ 20 ലിറ്റർ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നിട്ട് പോലും ഞങ്ങൾ ഗ്രോസറിയിൽ പോയിട്ട് കുപ്പിവെള്ളം മേടിച്ച ആൾക്കാരാ. അപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മടിയുണ്ട്. പക്ഷെ ലേസിയസ്റ്റ് വൺ ആരാന്ന് ചോദിച്ചാൽ ആ വാർഡ് ഞാൻ എൻ്റെ കുക്കുടുവിന് കൊടുക്കും. ഹൂ വെയർ മേക്കപ്പ് മോർ? കുക്കുടോ കേട്ടോ കൂടുതൽ മേക്കപ്പ് ഇടുന്ന ആള്. അതായത് കാലത്ത് ഞാൻ എഴുന്നേൽക്കുമ്പോൾ തൊട്ടിട്ട് ഞാൻ കാണുന്നതാണ് ഇവള് മേക്കപ്പ് ഇടുന്നത്. ഇവളാണ് കേട്ടോ കാലത്ത് നേരത്തെ എഴുന്നേൽക്കുന്നതും നേരത്തെ റെഡി ആയി തുടങ്ങുന്നത് ഇവളാണ്. പക്ഷെ ഞാൻ പല്ലേച്ച് വന്നാലും ഞാൻ റെഡി ആയി കഴിഞ്ഞാൽ കുക്കുടുവിന്റെ മേക്കപ്പ് ചിലപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ മേക്കപ്പ് പക്ഷെ അന്നാ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഒരു സാധനം കാണില്ല. പക്ഷെ അവൾ എന്ത് അവിടെ ഇരുന്ന് ചെയ്യണേന്നുള്ള അതൊരു മിസ്റ്ററി ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഇതുവരെയൊക്കെ മനസ്സിലായിട്ടില്ല. അപ്പൊ ഹൂ വെയർസ് മേക്കപ്പ് മോർ? നമ്മുടെ കുക്കുടു കേട്ടോ. ഹൂ സ്പെൻഡ്സ് മോർ? അതായത് എനിക്കങ്ങനെ എന്താ പറയുക, ചില ആൾക്കാർ പറയും ഇങ്ങനെ ഓട്ടക്കൈയാണ് അങ്ങനെയൊക്കെ. അതായത് അച്ഛനൊക്കെ ഇങ്ങനെ പറയാറുണ്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ പൈസ ഇരിക്കില്ല എന്നുള്ളത്. അപ്പോൾ പക്ഷേ എനിക്ക് സേവിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിട്ടുള്ള കുറേ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ഞാനാണ്. സ്പെൻഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല എന്താ പറയുക ടെക്നിക്സും പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഞാനും കുക്കുടും കൂടി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ടെക്നിക്സ് അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഓക്കെ,
ഹൂ ഈസ് ദ ക്ലംസി വൺ? അതിന് ഇന്ന് ഒരു വളരെ വലിയൊരു എക്സാമ്പിൾ ഉണ്ടായിരുന്നു. അത് ഇവിടെ വിരിച്ചിരിക്കുന്ന ബെഡ്ഷീറ്റാണ് കേട്ടോ. ഞങ്ങൾ കാലത്ത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഒരു സാമ്പാറിൻ്റെ ഒരു ചെപ്പ് ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ മറിഞ്ഞു വീണ ബെഡ്ഷീറ്റിൽ മൊത്തമായി. അങ്ങനെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റി. അപ്പം ക്ലംസി വണ്ണിന് നമ്മൾ ശരിക്കും അതെങ്ങനെയാണ് ഇവള് റീക്രിയേറ്റ് ചെയ്യണേന്ന് എനിക്കറിയില്ല. നമ്മൾ ചില വീഡിയോസിലൊക്കെ കാണാറില്ലേ, നമ്മൾ പാത്രം ഇപ്പുറത്തേക്ക് എടുത്ത് വെച്ചിട്ട് തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തേക്ക് തിരിയുമ്പോഴത്തേക്കിനും ആ പാത്രം വീഴുക, അല്ലെങ്കിൽ നമ്മളുടെ ആ വെള്ളം നമ്മൾ എടുത്തിട്ട് കുടിച്ചിട്ട് ആ ഗ്ലാസ് വീണിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മൾ അത് രക്ഷിക്കാൻ പോകുമ്പോഴത്തേക്കിനും ബാക്കിയുള്ള പാത്രങ്ങളും കൂടെ മറിഞ്ഞു വീഴുന്നത്. അത് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവൾക്ക് കറക്റ്റായിട്ട് പറ്റും കേട്ടോ. ദ ക്ലംസി അല്ല, അതിന് വേറെ എന്തെങ്കിലും എക്സ്ട്രീം പേരുണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ. ഓക്കെ, ഹൂ ഈസ് ദ ഓർഗനൈസ്ഡ് വൺ? എനിക്ക് ഇങ്ങനെ കുറച്ചും കൂടെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും സാധനങ്ങളൊക്കെ എടുത്തോടുത്ത് വെക്കാനും അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് മറ്റേ മുല്ലപ്പൂമ്പൊടി ഏറ്റ് കിടക്കും കല്ലിനും ഉണ്ടാ സൗരഭ്യം എന്ന് പറയുന്ന പോലെ ഞാനിപ്പോൾ കുക്കുടുവിൻ്റെ പോലെ ആയിപ്പോയോ എനിക്കൊരു സംശയമുണ്ട്. ഞാൻ വീട്ടിലൊക്കെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം അടുക്കി പറക്കി, എനിക്ക് അങ്ങനെ ക്ലീനിങ് അടുക്കി പറക്കി വെക്കുക, ഓർഗനൈസ് ചെയ്ത് വെക്കുക, അത് എനിക്ക് കുറച്ചും കൂടെ ഇഷ്ടമുള്ള ഒരു ജോലിയാണ്. അത് മാത്രമല്ല, എനിക്കത് നമ്മൾ എന്താ പറയുക, നീറ്റല്ലാത്തൊരു സ്ഥലം നമ്മളെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കിനും കിട്ടുന്ന ആ ഒരു നമുക്ക് കാണുമ്പോഴത്തേക്കിനും ആ റിസൾട്ട് വിസിബിളി നമുക്ക് അറിയാമല്ലോ. അപ്പം എനിക്ക് ആ ഒരു സംഭവം ഭയങ്കര ഇഷ്ടമുള്ള ആളാട്ടോ. അപ്പോൾ ഓർഗനൈസ്ഡ് വൺ. ഹൂ ക്ലിക്സ് മോർ ഫോട്ടോസ്? ഇതിന് ഒരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. പക്ഷെ എൻ്റെ ക്ലിക്ക് ചെയ്യുന്ന ആളാരാ? കുക്കുടു കേട്ടോ. എത്ര ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ, എത്ര നേരം ഞാൻ ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും ക്ഷമയോടെ കാത്തിരിക്കുന്ന ആൾ കുക്കുടു കേട്ടോ. ഞാൻ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ഭയങ്കര ക്രിട്ടിസൈസറാണ്. എനിക്ക് ചിലപ്പോൾ ഫോട്ടോ ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ അത് ഇഷ്ടമായില്ല അങ്ങനെ പറയും. പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമാണ് വരെ ഫോട്ടോസ് എടുത്തു തരും കേട്ടോ. ഹൂ ടേക്സ് റെസ്പോൺസിബിലിറ്റീസ്? കുക്കുടുവിന് നമ്മളൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഏൽപ്പിക്കണതിൻ്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം, കുക്കുടു നമുക്കത് ചെയ്യണോട്ടോ അത് ചെയ്യണോട്ടോ എന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാൻ കൊച്ചു കുഞ്ഞായതുകൊണ്ട് കുഞ്ഞിനറിയില്ല. പക്ഷേ ശരിക്കും എന്നെക്കാളും മൂത്തത് ഇവളാട്ടോ. ഒരു മാസമില്ല 6 ദിവസം കണ്ടല്ലേ ഉള്ളൂ. 6 8 അത്ര ദിവസം ഉള്ളൂ. 10 ദിവസമാണെന്ന് തോന്നുന്നു. 10 ദിവസം ചേച്ചിയാ. ഞാൻ ഇനി കുക്കുടു ചേച്ചിന്ന് വിളിക്കാൻ പോണേ. ഓക്കെ, ഹൂ ക്രൈസ് മോർ? കുക്കുടു ലോല മനസ്സായതുകൊണ്ട് പെട്ടെന്ന് കരയും കേട്ടോ. അത് മാത്രല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കും കരയും. അതാണ്, വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും കരയും അങ്ങനെ. അപ്പൊ ഞാൻ എന്റെ മോട്ടിവേഷണൽ വീഡിയോ ഒക്കെ ഇപ്പൊ കാണിച്ചു കൊടുക്കും കുക്കുടുവിന്. ഓക്കെ, അങ്ങനെ ഹൂ ഈസ് മോർ ഡ്രമാറ്റിക്? അതാണ് നമ്മുടെ ഡ്രാമ ക്യൂനാട്ടോ കുക്കുടു. അങ്ങനെയല്ല, കുറച്ചും കൂടി അവള് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത് കുറച്ചും കൂടെ ഡ്രമാറ്റിക് ആയിട്ടാണ്. എന്ന് വെച്ചിട്ട് കുക്കുടു ഡിഫറെൻറ്റ് സോൾ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റി, ഇൻഡിവിജ്വാലിറ്റി അങ്ങനെയൊന്നല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഫണ്ണായിട്ടുള്ള ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇത് അങ്ങനെ എന്താ പറയുക, ഭയങ്കര നമ്മളെല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അങ്ങനെയൊന്നും എടുത്തുന്ന ഒരു വീഡിയോ ഒന്നല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ചിങ്ങനെ മെസ്സി ആയിട്ട് കുറച്ചിങ്ങനെ എന്താ പറയുക, ഞങ്ങളുടെ കുറേ ചിരിയും പൊട്ടിച്ചിരിയും ഞങ്ങളുടെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കി, നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കിനും നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെയല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ സംസാരിക്കുമ്പോഴത്തേക്കിനും നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നിങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ പറയുന്നത് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടോ? അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ അയ്യോ ഈ കൊച്ചുങ്ങൾ ഇത്രയും കടന്ന് ചിരിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെയൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ അടുത്ത ഞായറാഴ്ചത്തെ വീഡിയോയിൽ ഞാൻ കുക്കുടുവിനെ കൊണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.